ഇംഗ്ലീഷ് പേപ്പർ വായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള വീഡിയോ സീരീസ് തുടരുന്നു. ഇന്ന് നമ്മൾ മുമ്പ് ഒന്നാമത്തെ പേജിൽ ചർച്ച ചെയ്ത ന്യൂസിൻ്റെ ബാക്കി ന്യൂസുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒന്നാമത്തെ പേജിൽ ഏകദേശം മുഴുവനായും എല്ലാ ന്യൂസുകളും നമ്മൾ ഇപ്പോൾ കവർ ചെയ്തു. ദലൈലാമ, അതേപോലെ കാർത്തി ചിദംബരം കേസ്, അതുപോലെ ബാങ്ക്സ് ഹൈക്ക്, ലെൻഡിങ് റൈറ്റ്സ്, അതേപോലെ ഏകദേശം എല്ലാ ന്യൂസും നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതിൽ റിമൈൻ ചെയ്യുന്നത് ഒരു പ്രിൻ്ററിൻ്റെ ആഡ് മാത്രമാണ്. ഇനി നമുക്കിനി സെക്കൻഡ് പേജ് ഓപ്പൺ ചെയ്യാം. മെൻഡിങ് ഫെൻസ് എന്ന ന്യൂസ് ടൈറ്റിലിൻ്റെ തുടർ ന്യൂസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഫോറിൻ സെക്രട്ടറി എസ് ജയശങ്കർ ഹാഡ് വിസിറ്റഡ്. ഫോറിൻ സെക്രട്ടറി ആയ എസ് ജയശങ്കർ ഹാഡ് വിസിറ്റഡ്. അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് ബീച്ചിങ് സന്ദർശിച്ചിട്ടുണ്ട് ഇൻ ഫെബ്രുവരി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അദ്ദേഹം ബീച്ചിങ് സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാണാത്തവർ മുൻകഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഈ ന്യൂസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് തുടർന്നുള്ള ന്യൂസ് നോക്കാം. മനി ബിലീവ്സ്, ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു ദാറ്റ് ദ ദലൈലാമാസ് വിസ് ടു അരുണാചൽ പ്രദേശ്, ദലൈലാമയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനം ഫ്രം ഏപ്രിൽ 4 to 12 ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഏപ്രിലിലെ 4 മുതൽ 12 വരെയുള്ള ദലൈലാമയുടെ സന്ദർശനം ഹാഡ് വാക്ക്, അത് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ബീച്ചിങ്ങുകാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ടേക്ക് ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി മൂവ്, ഇതിൻ്റെ ആഘാതം എന്നുണ്ടാക്കി ഒരു ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി മൂവ്മെൻറ്റ്, രാഷ്ട്രീയപരമായും ഒരു മിലിറ്ററി മൂവ്മെൻറ്റും ഉണ്ടായി. ദാറ്റ് ഇമ്പാക്റ്റഡ്, അത് ആഘാതം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി എന്നർത്ഥം. ദ റിലേഷൻഷിപ്പ്, ഇന്ത്യയും ചൈനയുമായുള്ള ആ റിലേഷൻഷിപ്പ്, സൗഹൃദത്തെ അഡ്വേഴ്സ്ലി, വളരെ മോശമായി, അതായത് ആ സൗഹൃദം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സംഭവിച്ചു, അതിൻ്റെ ആഘാതം ഉണ്ടായി എന്നർത്ഥം. ത്രൂ മച്ച് ഓഫ് 2017, ഏകദേശം 2017 ഉടനീളം ഇന്ത്യയും ചൈനയുമായുള്ള സൗഹൃദത്തിൽ ഒരു വിള്ളലുണ്ടാക്കി എന്നർത്ഥം. ഓക്കെ, ഗോഖലെ വാസ് ഇന്ത്യാസ് അംബാസിഡർ ടു ബീച്ചിങ് ഇൻ 2017. അപ്പോൾ ഗോഖലെ ആയിരുന്നു 2017 ഇന്ത്യയുടെ അംബാസിഡറായി ബീച്ചിങ്ങിലേക്ക് പോയത്. ആൻഡ് ഹാഡ് ബീൻ കൺസിസ്റ്റൻ്റ്ലി ഡീലിംഗ്, അദ്ദേഹമായിരുന്നു കൺസിസ്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി എല്ലായ്പ്പോഴും ഡീലിംഗ് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് വിത്ത് ചൈനാസ് ഹാർഡനിങ്, ചൈനയുമായുള്ള ഹാർഡനിങ് ഓഫ് പൊസിഷൻ, അവരുടെ നിലപാടിനെ ഒരു ദൃഢത നിലനിർത്തിയിരുന്നു. അതായത് എപ്പോഴും ഒരു ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധം ഒരു അഴഞ്ഞ ബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഒരു ബന്ധത്തെ ഒരു ഹാർഡനിങ്, കുറച്ച് സുദൃഢമാക്കാൻ കഴിഞ്ഞു. ഓൺ ഓൾ മേജർ ഇഷ്യൂസ്, എല്ലാ പ്രധാന പ്രശ്നങ്ങളും കൺഫ്രോണ്ടിങ് ദ ടു കൺട്രീസ്, ഈ രണ്ട് രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഉള്ള അഴിഞ്ഞ ബന്ധത്തെ ഒരു സുദൃഢമാക്കാൻ അദ്ദേഹത്തിൻ്റെ വിസിറ്റ് കഴിഞ്ഞു എന്നർത്ഥം. ഓക്കെ, for Gokhale to take his position of non-participation in the events of the Tibetan government in exile. For Gokhale to take his position, ഗോഖലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. ടേക്ക് ഹിസ് പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്താണ് നിലപാട്? നോൺ പാർട്ടിസിപ്പേഷൻ, പങ്കെടുക്കാതിരിക്കൽ. ഇൻ ഇവൻറ്റ്സ് ഓഫ് ടിബറ്റൻ എക്സൈൽ, ടിബറ്റൻ ഗവൺമെൻറ് ഇൻ എക്സൈൽ എന്ന ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ നിലപാട് അദ്ദേഹം എടുത്തു. ന്യൂഡൽഹി ഹാസ് എ പ്രസിഡന്റ്, ന്യൂഡൽഹിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്. ഇത് ഈ പ്രോഗ്രാമിൽ ന്യൂഡൽഹിനെ പ്രതിനിധിച്ച ഒരു പ്രസിഡന്റ് ഉണ്ട്. There was no government level participation in their 15 years of exile event in 2019. There was no government level participation. അവിടെ ഒരു ഗവൺമെൻറ് ലെവൽ,
ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ സംബന്ധിച്ചുള്ള ഒരു പാർട്ടിസിപ്പേഷൻ, പങ്കെടുക്കൽ ഉണ്ടായിരുന്നില്ല ഇൻ ദിയർ 15 years of exile. 15 years of exile എന്ന പ്രോഗ്രാമിൻ്റെ ഇവൻറ്റ്സ് ഇൻ 2009 പങ്കെടുപ്പിച്ച ഇവരുടെ പ്രോഗ്രാമിൽ ഒരു ഗവൺമെൻറ് ലെവൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. When they had celebrated the Thank You India campaign, Thank You India campaign എന്ന പ്രോഗ്രാം അവർ നടത്തിയപ്പോൾ, സെലിബ്രേറ്റ് ചെയ്തപ്പോൾ, ആഘോഷിച്ചപ്പോൾ, ഇൻഫാക്റ്റ് യഥാർത്ഥത്തിൽ ഗോഖലെ വാസ് ജോയിൻറ്റ് സെക്രട്ടറി ഈസ്റ്റ് ഏഷ്യ. ഗോഖലെ ആയിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, ഈസ്റ്റ് ഏഷ്യയെ പ്രതിനിധീകരിക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ഇൻ ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ 2009 ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ഗോഖലെ. ഓക്കെ. While New Delhi had consistently maintained, New Delhi consistently എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, എല്ലായ്പ്പോഴും, മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നിലനിർത്തുന്നു പറഞ്ഞാൽ അവരുടെ വാദം നിലനിർത്തുന്നു. എന്താണ് അവരുടെ വാദം? While New Delhi had consistently maintained, അപ്പോൾ ന്യൂഡൽഹി തുടർച്ചയായി അവരുടെ വാദം പറയുന്നു. എന്താണ് അവരുടെ വാദം? വാദം നിലനിർത്തുന്നു പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നു that the Dalai Lama had travelled 6 times before. Dalai Lama had travelled. Dalai Lama സഞ്ചരിച്ചിട്ടുണ്ട് 6 times, 6 തവണ ബിഫോർ. ഇതിൻ്റെ മുമ്പ് 6 തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ആൻഡ് വാസ് എ റിവേർഡ് റിലീജിയസ് ലീഡർ. അദ്ദേഹമായിരുന്നു, റിവേർഡ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന റിലീജിയസ് ലീഡർ, ഒരു മത നേതാവായിരുന്നു. ഹു ഈസ് ഡീപ്ലി റെസ്പെക്റ്റഡ്. അദ്ദേഹത്തെ ഹു ഈസ് ഡീപ്ലി റെസ്പെക്റ്റഡ്, ഡീപ്ലി പറഞ്ഞാൽ വളരെ ആഴത്തിൽ ബഹുമാനിക്കപ്പെടുന്നു. ആസച്ച് എന്ന് പറഞ്ഞാൽ അതുപോലെ, അക്ഷരം പ്രതി എന്നൊക്കെ അർത്ഥം വെക്കാം. അപ്പോൾ അത്രമാത്രം ബഹുമാനിക്കപ്പെടുന്നു ബൈ ദ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനത അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നു എന്നർത്ഥം. ആൻഡ് നോ അഡീഷണൽ കളർ. ഒരു അഡീഷണലായ ഒരു കളർ എന്ന് പറഞ്ഞാൽ സാധാരണ കളർ എന്നാണ് അർത്ഥം, നിറം എന്നർത്ഥം. പക്ഷേ ഇവിടെ ഒരു കളറിന് മുഖഭാവം, ഉദ്ദേശം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം കൊണ്ട് നോ അഡീഷണൽ കളർ, ഒരു വേറൊരു ഉദ്ദേശം ഇല്ല, അഡീഷണലായ മറ്റൊരു ഉദ്ദേശം ഇല്ല, ഷുഡ് ബി അസ്ക്രൈബ്, അദ്ദേഹത്തെ ആരോപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൊണ്ട് മറ്റൊരു ദുരുദ്ദേശമില്ല ടു ഹിസ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. അദ്ദേഹത്തിൻ്റെ മതപരമായും സ്പിരിച്വൽ, ആത്മീയവുമായ ഈ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം കൊണ്ട് വേറെ അഡീഷണലായ ഒരു ഉദ്ദേശം, ദുരുദ്ദേശം ഇല്ല എന്നാണ് ഇവിടെ അർത്ഥം വയ്ക്കുന്നത്. ആൻഡ് വിസിറ്റ് ടു ദ വേരിയസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ മതപരമായവും ആത്മീയപരമായ പ്രവൃത്തികളും പ്രോഗ്രാമുകളെ കൊണ്ട് മറ്റൊരു ദുരുദ്ദേശം ഇല്ല എന്നാണ് ന്യൂഡൽഹി കൺസിസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ, അവർ ആവർത്തിച്ച് പറയുന്നത് എന്നാണ് അതിൻ്റെ പാരഗ്രാഫിൻ്റെ ഉള്ളടക്കം. ഇതാണ്. ഓക്കെ. ബീജിംഗ് ഹാഡ് റിയാക്റ്റഡ് ഷാർപ്ലി. ബീജിംഗ്, ചൈന, ഹാഡ് റിയാക്റ്റഡ്, അവർ പ്രതികരിച്ചു, ഷാർപ്ലി, വളരെ ഗൗരവമായി. ഷാർപ്ലി എന്ന പരുഷമായി, വളരെ ഗൗരവമായി അവർ പ്രതികരിച്ചു. ആൻഡ് ഹാഡ് പെർസീവ്ഡ്, അവർ പെർസീവ് എന്ന് പറഞ്ഞാൽ അറിയിക്കുക, ഗ്രഹിക്കുക, ദർശിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ അവർ മനസ്സിലാക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ വിസിറ്റ് കൊണ്ട് അവർ മനസ്സിലാക്കുന്നു, ഗ്രഹിച്ചെടുക്കുന്നു. ഹാഡ് പെർസീവ്ഡ് ഹിസ് വിസിറ്റ്, അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൊണ്ട് ചൈനക്കാർ മനസ്സിലാക്കുന്നു. ടു അരുണാചൽ പ്രദേശിലേക്കുള്ള വിസിറ്റിൽ അവർ മനസ്സിലാക്കുന്നു. ആസ് ഗിവിങ് ഹിം പൊളിറ്റിക്കൽ ആൻഡ് ഒഫീഷ്യൽ ബാക്കിംഗ്. ഇദ്ദേഹത്തിൻ്റെ ഈ അരുണാചൽ പ്രദേശിൻ്റെ സന്ദർശനം ആസ് ഗിവിങ്, അത് അദ്ദേഹത്തിന് നൽകുന്നത് പോലെയാണ് പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായും, ആൻഡ് ഒഫീഷ്യൽ, ഔദ്യോഗികമായ ബാക്കിംഗ്, സപ്പോർട്ട്. ബാക്കിംഗ് എന്ന് പറഞ്ഞാൽ പിന്തുണ, സപ്പോർട്ട് കൊടുക്കുന്നത് പോലെയായിട്ടാണ് ചൈനക്കാർ ഇദ്ദേഹത്തിൻ്റെ വിസിറ്റ് കാണുന്നത്. സിൻസ് അരുണാചൽ പ്രദേശ് ചീഫ് മിനിസ്റ്ററായ പേമ ഖണ്ഡു ആസ് വെൽ ആസ്, അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിൻ്റെ മിനിസ്റ്ററായ കിരൺ റിജിജു ഹാഡ് റിസീവ്ഡ് ഹിം ദർ, അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ചൈനക്കാർ പറയുന്നത് ഇന്ത്യയിൽ അദ്ദേഹത്തിനുള്ള ഒഫീഷ്യലായ സ്വീകരണം ചൈനക്കാർ വളരെ സംശയത്തോടു കൂടെയാണ് കാണുന്നത്. ഓക്കെ. പാരഗ്രാഫിൻ്റെ ഒരു ഉള്ളടക്കം.
ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. China, which portrays the Dalai Lama as a separatist. China, which portrays എന്ന് പറഞ്ഞാൽ ചിത്രപ്രദർശനങ്ങൾ നമുക്കാണ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചിത്ര രൂപത്തെയാണ് പോർട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർ വർണ്ണിക്കുന്നു, ദലൈലാമയെക്കുറിച്ച് അവർ ചൈനക്കാർ പറയുന്നു. വിച്ച് പോർട്രേറ്റ്സ്, അവർ ദലൈലാമയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ദലൈലാമ ആസ് എ സെപ്പറേറ്റിസ്റ്റ്, അദ്ദേഹം ഒരു വിഘടനവാദിയാണ്, ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ആളാണ്. ഓഫ് ഇൻ ഷീപ്പ് ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ഫോമാണിത്. ഓഫ് ഇൻ ഷീപ്പ് ക്ലോത്തിങ്. ഓഫ് എന്ന് പറഞ്ഞാൽ ചെന്നായ, ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആട്. ഓക്കെ. ആൻഡ് ഫ്യൂംസ്, അത് ഫ്യൂം എന്ന് പറഞ്ഞാൽ പുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ വ്യാപിപ്പിക്കുന്നു, വെർബൽ മീനിങ് വ്യാപിക്കുന്നു, സ്പ്രെഡ് ചെയ്യുന്നു ഓവർ ഇന്ത്യ, ഇന്ത്യ മുഴുവൻ. കീപ്പിംഗ് ഹിം, അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട്, അദ്ദേഹത്തെ സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട്, ആസ് എ ഹോണർ ഗസ്റ്റ്, ബഹുമാനിക്കപ്പെടുന്ന ഒരു അതിഥിയായി പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ വ്യാപിപ്പിക്കുന്നു എന്നാണ് ചൈനക്കാർ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഹാഡ് ദെൻ ക്യാൻസൽ, ചൈനക്കാർ എന്ത് ചെയ്തു? ഹാഡ് ദെൻ ക്യാൻസൽ, അവർ ക്യാൻസൽ ചെയ്തു ഫോറിൻ മിനിസ്റ്റർ, അവരുടെ വിദേശകാര്യമന്ത്രി വാങ്സ് വിസിറ്റ്, വാങ്സിൻ്റെ ഇന്ത്യ സന്ദർശനം അവർ ക്യാൻസൽ ചെയ്തു. ഫോർ എ ട്രിലാറ്ററൽ മീറ്റിംഗ് ഇൻ ഏപ്രിൽ, ഏപ്രിൽ നടക്കുന്ന ത്രിരാഷ്ട്ര മീറ്റിംഗിൽ വാങ്സിൻ്റെ വിസിറ്റ്, ഇന്ത്യ വിസിറ്റ് ക്യാൻസൽ ചെയ്തു. ഓക്കെ. ബീച്ചിങ് ഹാഡ് ദെൻ സ്റ്റോപ്പ്, ബീച്ചിങ് അതിനുശേഷം ദെൻ സ്റ്റോപ്പ്, അവർ നിർത്തി. ഷെയറിംഗ് ദ ഹൈഡ്രോളജിക്കൽ ഡാറ്റ ഓൺ ബ്രഹ്മപുത്ര, ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ടുള്ള, ഹൈഡ്രോളജിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ളവുമായി ബന്ധപ്പെട്ടാണ് അർത്ഥം. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ ചില ഇൻഫർമേഷൻ ഷെയറിങ് ചൈന സ്റ്റോപ്പ് ചെയ്തു. ഫ്രം മിഡ്വേ, പാതി വഴിയിൽ വെച്ച്. വിച്ച് വാസ് ഫോളോഡ് ബൈ ദ സ്റ്റാൻഡ് ഓഫ് ഇൻ ഡോക്ലം ഇൻ മിഡ് ജൂൺ, മിഡ് ജൂണായ ഫോളോ ചെയ്തു ദ സ്റ്റാൻഡ് ഓഫ് ഇൻ ഡോക്ലം. അപ്പോൾ ഡോക്ലമിൽ വിട്ടുനിൽക്കൽ, ഇന്ത്യയുടെ അതിർത്തി പ്രദേശം നമ്മൾ മുമ്പത്തെ ന്യൂസിൽ ചർച്ച ചെയ്തതാണ്. അവിടെ വിട്ടുനിൽക്കൽ അതിനുശേഷം തുടർന്നു വന്നു. ദ ബോർഡർ സ്റ്റാൻഡ് ഓഫ്, ആ ബോർഡറിലുള്ള ആ സ്റ്റാൻഡ് ഓഫ് വിട്ടുനിൽക്കൽ വാസ് റിസോൾവ് ഓൺലി ഇൻ ആഗസ്റ്റ് എൻഡ്, ആഗസ്റ്റ് അവസാനം മാത്രമേ അത് പ്രശ്നപരിഹാരം ആവുകയുള്ളൂ. ജസ്റ്റ് ഹെഡ് ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിസ് വിസിറ്റ്, ഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട്, മുമ്പ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദിയുടെ സന്ദർശനമുണ്ട്, ചൈന സന്ദർശനമുണ്ട്, ടു സിയാമിൻ സന്ദർശനമുണ്ട് ഇൻ ചൈന, ചൈനയിൽ, ഫോർ ദ ബ്രിക്സ് സമ്മിറ്റ് ഇൻ സെപ്റ്റംബർ, സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ വിസിറ്റിൻ്റെ തൊട്ട് മുമ്പ്, ഏകദേശം ആഗസ്റ്റ് എൻഡിനോടടുത്തേ അതിന് ഒരു പ്രശ്ന സൊല്യൂഷൻ കണ്ടെത്താനാവുകയുള്ളൂ. ഓക്കെ.